എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. മത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 10 of Swords energy, Judgment, 8 of Pentacles, Moon card, 6 of Wands and last 3 of Swords energy connections ആണ്. അപ്പോൾ 10 of Swords energy connections നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിലും ഒരു സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ഒരു എനർജി എന്ന് പറയാം. 10 of Swords എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ സൗഹൃദത്തിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, വീട്ടുകാരിൽ നിന്നൊക്കെ അകന്നു പോകുന്നൊരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അത് ഒരു ഫിസിക്കലി അകന്നു പോകുന്നൊരു സാഹചര്യം, അതായത് നിങ്ങൾ ചിലപ്പോൾ ജോലി കിട്ടി മറ്റൊരിടത്തേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാവാം. ഗൾഫ് രാജ്യങ്ങളിൽ, അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ജോലി കിട്ടിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പോകുന്നത് മൂലം വീട്ടുകാരിൽ നിന്ന് അകന്നി താൽക്കാലികമായിട്ടെങ്കിലും വീട്ടുകാരിൽ നിന്ന് അകന്നി നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം. ഇപ്പോൾ ഹസ്ബൻഡോ വൈഫോ ആരെങ്കിലും പുറത്തേക്ക് പോകുന്നു, അപ്പോൾ ബാക്കി ഫാമിലി നാട്ടിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അങ്ങനത്തെ ഒരു സാഹചര്യവും അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഒരേ സമയം തന്നെ നല്ലൊരു ജോലി എന്നുള്ളതും കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു രീതിയിലുള്ളൊരു സങ്കടവും ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയൊരു നെഗറ്റീവ് ഇമോഷനും ഒരേ സമയം നെഗറ്റീവും പോസിറ്റീവും, കാരണം ഓപ്പർച്യൂണിറ്റിയാണ്, അവസരം വന്നിട്ടുണ്ട് സാമ്പത്തികമായിട്ട് മുന്നേറാൻ, കുടുംബം കരകയറുന്ന സാഹചര്യമായിട്ടും. ഇതുപോലെ തന്നെ ഉള്ള ഒരു എനർജി ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറി പാർക്കുന്ന ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അവസരങ്ങൾ മുന്നിൽ കാണുന്നുണ്ട്, മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ല സൗഹൃദങ്ങൾ. ഇനിയിപ്പോൾ നിങ്ങൾ ഒരിടത്തു നിന്നും അകന്നു പോകുന്നു എന്നൊരു ചിന്തയിരുന്നാലും മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് നല്ല നല്ല സൗഹൃദങ്ങൾ മറ്റൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷവും തൃപ്തിയൊക്കെ ജീവിതത്തിൽ തരുന്ന ഒരു കാര്യം തന്നെ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഒരേ സമയം തന്നെ ഈ ഒരു മാറ്റത്തിൻ്റെ ഒരു സാഹചര്യം. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു എനർജി സിമിലർ തന്നെയാണ്. അതായത് ഒരു അകൽച്ച പഠിത്തവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഹോസ്റ്റലിലേക്ക് പോകുന്ന, മറ്റൊരു രാജ്യത്തേക്കാവാൻ ചിലപ്പോൾ, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ആണെങ്കിലും വേറൊരു ഇടത്തേക്ക് ആകുമ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആകാം. അപ്പോൾ അങ്ങനെ ഒരു ഹോം സിക്നസ് കാര്യങ്ങളൊക്കെ ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ജഡ്ജ്മെൻറ്റ് എനർജി സിറ്റുവേഷൻ ഉണ്ട്. പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു ആത്മീയതയിലേക്ക് ഒരു കൂടുതലൊരു ചായ്വ് കാണിക്കുന്നുണ്ട്. ഒരു സെൽഫ് റിയലൈസേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ജോലി ചെയ്തിരുന്ന ഒരാളാണെന്നെങ്കിൽ ജോലി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ സ്വയം ഒന്ന് വിലയിരുത്താനോ ഒരു സെൽഫ് റിയലൈസേഷൻ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സമയമുണ്ട്, അതായത് സമയം കുറേ ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു, നിങ്ങളെക്കുറിച്ചിട്ടും നിങ്ങളുടെ ചുറ്റുപാടിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഒരു ജീവിതത്തെക്കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നുണ്ട്. സ്പിരിച്വൽ അവേക്കണിങ് ചില ആളുകളെ സൂചിപ്പിക്കും. നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്തുന്നത് നിർത്തുന്നു. നമ്മളെക്കുറിച്ച് തന്നെ കൂടുതൽ അറിയാം, നമ്മൾ എന്താണ്, നമ്മൾ ആരാണ്, ഇങ്ങനെയുള്ള കാര്യം ഒരു സെൽഫ് അക്സെപ്റ്റൻസ് ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ എന്താ പറയുക, ഉള്ളിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എന്താണോ അതൊരു മുഖം മൂടിയിട്ട് മറച്ചു വെച്ച്, കാരണം നമ്മളെപ്പോഴും സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹം ഏത് രീതിയിലാണോ ഒരാളെ കാണാൻ ആഗ്രഹിക്കുക ആ രീതിയിലേക്ക് ആളുകൾ മാറുന്നു. അല്ലാത്ത പക്ഷം സമൂഹം അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മാസ്കിൻ്റെ ഉള്ളിൽ മാറിയതിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ ആ ഒരു മുഖം മറച്ചിരിക്കുന്ന മുഖം മൂടി എടുത്ത് മാറ്റിയത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണോ നിങ്ങളെ ഡിനൈ ചെയ്യുന്നില്ല. അതായത് നിങ്ങൾ എന്താണോ അതാണ്, ആ രീതിയിൽ തന്നെ നിൽക്കുന്നു. നിങ്ങൾ ഏത് രീതിയിൽ നിന്നാലും നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ സ്നേഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചില ആളുകൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ മറ്റുള്ളവരോടൊന്നും അധികം സംസാരിക്കാൻ തന്നെ നേരം ഉണ്ടായി കാണില്ല. ജോലി ചെയ്തിരുന്ന സമയത്ത് ഇപ്പോൾ എല്ലാവരോടും സംസാരിക്കുക, സമയം ചിലവഴിക്കുക, ഇതിനൊക്കെ അവസരം കിട്ടുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ആസ്വദിച്ച് തുടങ്ങുകയാണ്.
ദൈവിക കാര്യങ്ങളിൽ ഇപ്പോൾ അമ്പലങ്ങളിലോ പള്ളികളിലോ ഒക്കെ പോകുന്നു, ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്നു. ഇതുവരെ ചെയ്യാത്ത ചില കാര്യങ്ങൾ ലൈഫിൽ ചെയ്യാനുള്ള അവസരവും കാണിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച്. 8 ഓഫ് പെൻറ്റക്കിൾസ് എനർജി ഇവിടെ മറ്റൊരു കാര്യം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം റിസർച്ച് ഫീൽഡിലേക്ക് റിസർച്ച്, അതുപോലെ കൂടുതൽ അക്കാഡമിക്സിലേക്ക് കൂടുതൽ പഠിക്കാനുള്ള അവസരവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഡോക്ടറേറ്റ് കിട്ടാൻ അടുത്ത സാധ്യത, അല്ലെങ്കിൽ എന്തിലെങ്കിലും എൻറോൾ ചെയ്യുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. MBBS കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് പോകുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. വിദേശത്ത് പോയിട്ട് പഠിക്കാനും ചാൻസസ്, ഹയർ എഡ്യൂക്കേഷൻ നല്ലൊരു പോസിബിലിറ്റി കാണിക്കുന്നു. പിന്നെ ലൈഫിൽ തന്നെ ഒരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിയിലുള്ള ചില ആളുകളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതായത് നിങ്ങളൊരു ഇന്ന രീതിയിൽ സാമ്പത്തികമായിട്ടൊരു ബിസിനസ് മുന്നേറാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ്സിലേക്ക് കടക്കുന്നത്, ഇപ്പോൾ ജോലി ഉള്ള ഒരാളാണെങ്കിലും ജോലിയോടൊപ്പം തന്നെ ഒരു ബിസിനസ്സിലേക്കുള്ള സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഇനി ജോലി ഇല്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ജോലി രാജിവെച്ചിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ഒരു സിറ്റുവേഷനും ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം ശ്രമിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 8 ഓഫ് പെൻറ്റക്കിൾസ് എനർജി സിറ്റുവേഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ഡിറ്റർമിനേഷൻ, പേഷ്യൻസ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ലൈഫിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണ് എന്നുള്ളത്, നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ വേണ്ടത് എന്നുള്ളത്, നിങ്ങൾ ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്, എന്താണ് നിങ്ങളുടെ മുമ്പിലുള്ള ചലഞ്ചസും, അതായത് നിങ്ങൾ വ്യക്തമായിട്ടുള്ളൊരു പ്ലാനോട് കൂടിയിട്ട് ലൈഫിൽ തന്നെ മുമ്പോട്ടേക്ക് പോവുകയാണ്. അതൊരു ജോലി, ഒരു കരിയർ അല്ലെങ്കിൽ ഫിനാൻസ്, ഈ ഒരു ഭാഗം മാത്രമല്ല, നിങ്ങളുടെ ജനറലി ജീവിതത്തിൽ ഒരു എന്തൊക്കെ മാറ്റമാണ് വരുത്തേണ്ടത് എന്നുള്ളൊരു ചിന്ത, ജീവിതശൈലിയിൽ തന്നെ മാറ്റങ്ങൾ, എക്സ്പെരിമെൻ്റാണ് ചെയ്യുന്നത്. പൊതുവേ എക്സ്പെരിമെൻ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ജീവിതശൈലിയിൽ തന്നെ മാറ്റം വരുത്തണം. നിങ്ങളുടെ ഡ്രസ്സ്, ഇപ്പോൾ ചുരിദാർ മാത്രം ധരിച്ചിരുന്ന ഒരു വ്യക്തി ചിലപ്പോൾ മോഡേൺ ഡ്രസ്സിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലിൽ മാറ്റം വരുത്തുന്നു. മൊത്തത്തിൽ ലൈഫ് തന്നെ മൊത്തത്തിൽ മാറിയിരിക്കുന്ന ഒരു എനർജി ഉണ്ട്. മൂൺ കാർഡാണ്. അപ്പോൾ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒരേ സമയം തന്നെ ക്ലാരിറ്റി ഉണ്ടാവും, സൺ മൂൺ എനർജി ടുഗെദർ. കാരണം നിങ്ങൾ വളരെ വ്യക്തതയോട് കൂടിയിട്ട് ഒരു കാര്യങ്ങളൊക്കെ, ചില കാര്യങ്ങൾ വളരെ വ്യക്തതയോട് കൂടി കൃത്യമായിട്ടൊക്കെ ചെയ്യുന്നു, മറ്റു ചില കാര്യങ്ങളിൽ പക്ഷെ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല. അപ്പോൾ നിങ്ങൾ ക്ലാരിറ്റി ഉള്ള കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് അറിയുന്നില്ല. ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, എല്ലാ ആളുകളും ഒരേപോലെ അല്ല എന്ന് പറയുന്ന പോലെ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി ഹസ്ബൻഡ് വൈഫായിരിക്കും. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ സ്വഭാവമായിരിക്കില്ല വൈഫിന്, ചില കാര്യങ്ങൾ ഹസ്ബൻഡ് ബെറ്റർ ആയിരിക്കും, ചിലതിൽ വൈഫായിരിക്കും. അപ്പോൾ ഓരോരുത്തരത്തിലും രണ്ടുപേരിലുമുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മറ്റൊരാൾക്ക് അറിയാത്തത് ഈ പറയുന്ന ആൾ കൈകാര്യം ചെയ്യട്ടെ, അല്ലെങ്കിൽ ലൈഫിൽ ഏതിലാണോ നിങ്ങൾ ബെറ്റർ അത് നിങ്ങൾ നോക്കുക, മറ്റേ കാര്യം നിങ്ങളുടെ പാർട്ട്ണർ നോക്കുക എന്നുള്ള രീതിയിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോകുന്നത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ 6 ഓഫ് വൺസ് എനർജിയാണ് ഒരു എന്താ പറയുക, വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ഒരു ഫെയിം എനർജിയാണ്, പേരും പ്രശസ്തി, ഫെയിം ആൻഡ് ഫോർച്യൂൺ എനർജിയാണ്. പേരും പ്രശസ്തിയും സാധ്യതകളൊക്കെ നൽകുന്ന ഒരു സമയമാണ് ഇതെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. വളരെ സക്സസ്ഫുൾ ആകാനുള്ള എനർജി ഒരു സമയമുണ്ട്. അപ്പോൾ കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ വളരെ ഒത്തിരി കലാപരമായിട്ടുള്ള ലെവലിൽ ഉയരത്തിലേക്ക് എത്താൻ പറ്റുന്ന എനർജിയാണ്. ഇൻഫ്ലുവൻസർ എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളൊരു യൂട്യൂബർ ആണ് എങ്കിൽ വലിയ രീതിയിൽ പേരെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് അക്കൗണ്ട് ഉള്ള ഒരാളാണെങ്കിലും നിങ്ങളൊരു 1 മില്യൺ ആ ഒരു ലെവലിലേക്ക് എത്താനുള്ള ചാൻസസ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഈ ഒരു മാസം. ആ ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാവാം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ ഫേമസ് ആകുന്ന, പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഫേമസ് ആകുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ നാഷണൽ ലെവൽ, സ്റ്റേറ്റ് ലെവലിലൊക്കെ എന്തോ സ്പോർട്സ്, ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള സമ്മാനങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കുന്ന എനർജിയും കാണിക്കുന്നുണ്ട്. അതേപോലെ 3 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു മാസത്തിൻ്റെ എൻഡിങ്ങിൽ നിങ്ങൾ കുറച്ച് സംഘർഷഭരിതമായിട്ടുള്ളൊരു സമയം കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം അവസാനത്തിൽ കുറച്ച് പ്രണയത്തിലായിട്ടുള്ളവർക്കാണ് എങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി നിങ്ങളോട് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ സത്യം പുറത്തു വരുന്നു എന്ന് പറയാം.
അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. അല്ലാത്ത പക്ഷം അതായത് നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് പിന്നെയും മുന്നോട്ടേക്ക് പോകാതിരിക്കാം. ഇതൊരു തീരുമാനത്തിൻ്റെ സമയമാണ്. ഈ വ്യക്തിയായിട്ട് മുന്നോട്ടേക്ക് പോകണോ വേണ്ടയോ എന്നുള്ളത്. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ ഒരിക്കലും അതുമായിട്ട് മുന്നോട്ടേക്ക് പോകരുത്. വീണ്ടും വീണ്ടും നിങ്ങൾ വിഷമത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ തീരുമാനിക്കുക ഈ വ്യക്തി, അതായത് ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ ഈ പ്രപ്പോസലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ലവ്, പ്രണയം, അഫെയർ ഇത് എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് മറ്റു ചിലർ ആ സത്യം തുറന്ന് മനസ്സിലാക്കിയിട്ട് അക്സെപ്റ്റ് ചെയ്ത് പോകുന്നു. അത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.